നമ്മൾ സ്ട്രെസ് എന്ന് എപ്പോഴും പറയാറ് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അല്ലെ. നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആവാം, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവാം. ഇതൊക്കെയാണ് നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, സ്ട്രെസ് ഇന്റേണലിയും ഉണ്ടാവാം. അതായത് നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടന്നില്ലെങ്കിലും ശരീരത്തിന് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാം. അതിനെ മെറ്റബോളിക് സ്ട്രെസ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഈ സ്ട്രെസ് എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ അതിനാവശ്യമായ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനാവശ്യമായ രീതിയിൽ നമ്മൾ ജീവിക്കാതിരിക്കുമ്പോൾ അത് ഇന്റേണൽ സ്ട്രെസ്സിന് കാരണമാവുന്നു. യഥാർത്ഥത്തിൽ രോഗത്തിന്റെ പ്രധാന കാരണം ഈ ഇന്റേണൽ സ്ട്രെസ് ആണ്. അതൊരു പക്ഷേ നിങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങാത്തത് കൊണ്ടാവാം, കൃത്യസമയത്ത് നിങ്ങളുടെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടായിരിക്കാം, വേണ്ടത്ര വെള്ളം കുടിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തത് കൊണ്ടായിരിക്കാം, അമിതമായിട്ടുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് കഴിക്കുന്നത് കൊണ്ടാവാം, ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ്, റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോസ്, മൈദ അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ്, ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാവാം. ഇതൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്, നമ്മുടെ ദഹനമാണ്, അല്ലെ, ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തെയും തരം തിരിച്ച് വേണ്ടതിനെ ശരീരം വലിച്ചെടുക്കുകയും വേണ്ടാത്തതിനെ പുറന്തള്ളുകയും അമിതമായതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ഇങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളുണ്ട്. ഇത് കൃത്യമായി നടക്കുന്നിടത്തോളം കാലം നമ്മൾ ആരോഗ്യവതികളാണ്, അല്ലെങ്കിൽ ആരോഗ്യവാനാണ്. പക്ഷെങ്കിൽ ഈ സ്ട്രെസ് അമിതമായി കഴിഞ്ഞാൽ, ഇതിന് താങ്ങാവുന്നതിനും അപ്പുറമായി കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനം തകരാറിലാവുകയും നമ്മളെ സാവധാനം മെറ്റബോളിക് ഡിസ്ഫങ്ഷനിലൂടെ നമ്മൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മളിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്യും. അതാണ് ഈ പറയുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതേപോലെ PCOD, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻസ്. ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതാണ് നിങ്ങളുടെ ശരീരത്തിന്റെ സ്ട്രെസ്സിനെ തീരുമാനിക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് കൊടുക്കുന്ന സ്ട്രെസ് വളരെ കുറവാണ്. നിങ്ങളുടെ ഭക്ഷണം വളരെ മോശമാണ്, ഒരു തരത്തിലും ഹെൽത്തി അല്ല, ആവശ്യത്തിൽ അമിതമാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെസ് തരുന്നു അതുപോലെ നിങ്ങളുടെ ശരീരത്തിന് അമിതമായിട്ടുള്ള സ്ട്രെസ് കൊടുക്കുകയാണ് എന്നുള്ളത്. റീഡിഫൈൻ യുവർ ലൈഫ് എന്ന വെൽനസ് കോച്ചിങ് പ്രോഗ്രാമിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.